ഇതാണ് CMF ഫോൺ 1. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഈ ഒരു ഫോൺ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഈ ഒരു ഫോൺ എല്ലാവർക്കും പറ്റിയൊരു ഡിവൈസ് അല്ല. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബിൽഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡ് നോക്കുകയാണെങ്കിൽ ഫുള്ളി പ്ലാസ്റ്റിക്കാണ്. യെസ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ലൊരു സ്റ്റേഡി പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ഹോളോ ഫീലൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ പല ആൾക്കാരും പറയുന്നത് ഇതിൻ്റെ ബാക്ക് റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലെംസി ഫീലാണെന്നാണ്. അതായത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് പല ആൾക്കാർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും ഇതിൻ്റെ ബാക്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റേഡിയാണ്. അപ്പോൾ ബാക്ക് റിമൂവ് ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ 4 സ്ക്രൂസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്ക്രൂസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇളക്കുകയാണെങ്കിൽ ഈ ഒരു നോബും കൂടെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് പാനൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. പുതിയ ബാക്ക് പാനൽ മേടിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ വില 16,000 റുപ്പീസാണ്. 16,000 റുപ്പീസ് മുടക്കി ഒരു ഫോൺ മേടിച്ചിട്ട് ആരെങ്കിലും 2,000 റുപ്പീസ് മുടക്കി വേറൊരു ബാക്ക് പാനൽ മേടിക്കുന്നവർ കാണും. എന്നിരുന്നാലും ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2,000 റുപ്പീസ് എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആണ്. ഇതിൻ്റെ കൂടെ 2,000 റുപ്പീസോട് ആഡ് ചെയ്യുകയാണെങ്കിൽ വേറെയും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. അതായത് പെർഫോമൻസ് നോക്കുന്നവർക്ക് IQ Z9 പോലത്തെ മോഡൽസ് ഒക്കെ മേടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ബാക്ക് പാനലിൻ്റെ പ്രൈസ് ലേശം കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നല്ല വെയിറ്റ് ബാലൻസ് ഒക്കെ അടിപൊളിയാണ്. 200 ഗ്രാംസ് അടുപ്പിച്ചാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് ഫീലാണ്. ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്ര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പല ആൾക്കാരും പറയുന്നതാണ് ഇതിൻ്റെ ബോക്സി ഫീൽ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ഇങ്ങനെ പിടിക്കുമ്പം ഈ പോർഷൻ നമ്മുടെ കൈ കയറി തട്ടുന്നതാണ്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും പറയുന്നത് ഇതൊട്ടും തന്നെ കംഫർട്ടബിൾ അല്ല എന്ന്. പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മെറ്റാലിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ് നോക്കുകയാണെങ്കിലും അതും മെറ്റലാണ്. പിന്നെ ക്യാമറ മൊഡ്യൂളിലൊരു നെഗറ്റീവ് പറയാനുള്ളത്, ഈ ക്യാമറ മൊഡ്യൂളിൽ നിന്ന് ഈ ക്യാമറാസ് ഒരു ചെറിയൊരു തള്ളലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ മേടിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കേസ് മേടിച്ചിടുക. കാരണം എൻ്റെ ഫോണിൻ്റെ ലെൻസിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നു, മൈന്യൂട്ട് സ്ക്രാച്ചാണ്. അതിനുശേഷമാണ് ഞാൻ കേസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കേസ് മേടിച്ചിടുക. അല്ലാതെ കമ്പനി അഡ്വർടൈസ് ചെയ്യും പോലെ ഇത് തറയെ വീഴുന്ന പൊട്ടിയതിന് ശേഷം ബാക്ക് പാനൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ക്യാമറ മൊഡ്യൂളായിരിക്കും ആദ്യം പൊട്ടുന്നത്. അതുകൊണ്ട് കേസ് മസ്റ്റായിട്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്നവർ മേടിച്ചിടുക. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കൂടെ ഇഷ്ടം പോലെ ആക്സസറീസ് ഉണ്ട്. എന്നാൽ എല്ലാ ആക്സസറീസും ഇപ്പോൾ അവൈലബിൾ അല്ല. നമുക്കിതാ ഈ ഒരു നോബ് ഇളക്കിയതിന് ശേഷം പല ആക്സസറീസും അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു കിടിലൻ ഡീൽ കണ്ടത് ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റാൻഡ് വെക്കാൻ പറ്റും. ആ ഒരു സ്റ്റാൻഡ് 1 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. അതിൻ്റെ നോർമൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 800 റുപ്പീസാണ്. 800 റുപ്പീസിന് ഒട്ടും തന്നെ വെർത്തല്ല. എന്നാൽ 1 റുപ്പീസിന് എന്തായാലും അങ്ങനെ ഒരു ഡീൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ IP52 സർട്ടിഫിക്കേഷൻ ആണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, 4 സ്ക്രൂ ഇളക്കി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബാക്കുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടുത്ത് ഈ ഒരു ഫോൺ കൊണ്ടുപോകരുത്. കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻ കേസ് വെള്ളം കയറുകയാണെങ്കിൽ ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ IP52 എന്ന് പറയുന്നത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് എന്നല്ല അർത്ഥം. പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 6.67 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് പാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിന് റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. 120 ഹെർട്സിൽ എവിടെ എനിക്കൊരു ഫ്രെയിം ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു ലാഗോ അങ്ങനെയൊന്നും ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിരുന്നു CMF ഫോൺ 1 എന്ന് പറയുന്നത്. അത് നല്ലൊരു ഇംപ്രസീവ് ഫാക്ടറാണ്. കാരണം ബാക്കിയുള്ള ബ്രാൻഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയൽമി ആണെങ്കിലും IQ ആണെങ്കിലും അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ ഈ പ്രൈസ് പോയിന്റിന് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഫോൺ ബട്ടറി സ്മൂത്ത് ആയിരുന്നു. ഒരു രീതിയിലുള്ള പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു. പിന്നെ ഈ ഒരു ഫോണിൽ HDR സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ മാത്രമാണ് നമുക്ക് HDR വീഡിയോസ് കാണാൻ പറ്റുന്നത്. നെറ്റ്ഫ്ലിക്സിൽ എന്തായാലും HDR കാണാൻ പറ്റത്തില്ല. HDRന്റെ പീക്ക് ബ്രൈറ്റ്നസ് അവർ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2000 നിറ്റ്സ് ആണ്. ആ 2000 നിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗിമിക് നമ്പറാണ്. ആക്ച്വലി HDR കണ്ടന്റ് കാണുമ്പോൾ മാത്രം ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഒരു ഫോണിന് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമൽ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഒരു 700 നിറ്റ്സ് ഒക്കെയാണ് ഇതിന്റെ ഓട്ടോ മോഡ് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് ഓട്ടോ ബ്രൈറ്റ്നസ് മോഡ് ഇടുകയാണെങ്കിൽ സൺലൈറ്റ് ഒക്കെ വരുമ്പോൾ 700 നിറ്റ്സിലോട്ട് പോകുന്നതാണ്. അത് ലേശം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കോമ്പറ്റീഷൻ ഇതിനെക്കാട്ടും ബെറ്റർ ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേസ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒട്ടും മോശമല്ല, വിസിബിൾ ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാനലും നല്ല കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഇഷ്യൂസ് ഇല്ല. HDR വീഡിയോസ് കാണാനാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണാനാണെങ്കിലും നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ബെസൽസ് നോക്കുകയാണെങ്കിൽ നല്ല കനമുണ്ട്. ടോപ്പിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും അത്യാവശ്യം കനമുള്ള ബെസൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊഴിച്ച് നിർത്തുകയാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നല്ലതാണ്. ബെസൽസിന്റെ കാര്യം മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. കാരണം പോക്കോന്റെ X6 Neo എന്ന് പറയുന്ന ഡിവൈസ് ഇതേ പ്രൈസ് പോയിന്റിന് മേടിക്കാൻ പറ്റും. അതിന് നല്ല ബെസൽ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം ബെസൽസ് ഉണ്ട്. എന്നാൽ ഇതിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒട്ടും തന്നെ അല്ല ഇതിൽ മോണോ സ്പീക്കറെ കൊടുത്തിട്ടുള്ളൂ, സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടില്ല. പക്ഷേ 16,000 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്ന ഫോൺസും ഉണ്ട്, മോണോ സ്പീക്കർ കൊടുക്കുന്ന ഫോണും ഉണ്ട്. അത് നമുക്കൊരു വലിയ കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാൽ സ്റ്റീരിയോ സ്പീക്കർ ഉള്ള ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. സ്പീക്കർ അത്യാവശ്യം ലൗഡാണ്, എന്നാൽ ഒരു സ്റ്റീരിയോയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഇവിടെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടില്ല ഈ ഒരു ഫോണിൽ എന്ന് പറയുന്നത്. ഈ പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ മിക്ക ബ്രാൻഡ്സ് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇവിടെ അത് കിട്ടത്തില്ല. പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റി ഫോൺ മോസ് അല്ല പിന്നെ വേറെ ആരും പറഞ്ഞിരുത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിയുടെ 7300 ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് ഡയമണ്ട്സിറ്റി 7300 എന്ന് പറയുന്നത്. 4 നാനോമീറ്ററിൽ ബേസ് ചെയ്ത ചിപ്സെറ്റ് ആണ്. പിന്നെ പല ആൾക്കാർക്കും ഡയമണ്ട്സിറ്റി 7300 ആണോ 7200 ആണോ ബെറ്റർ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. ഇത് കാണുമ്പോൾ ഈ ഒരു ചിപ്സെറ്റിന്റെ കൺഫ്യൂഷൻ എന്തായാലും ക്ലിയർ ആയി കിട്ടും. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫറൊക്കെ വെച്ച് 15,000 റുപ്പീസ് എന്ന് നോക്കുകയാണെങ്കിൽ ദി ബെസ്റ്റ് പെർഫോമിംഗ് ഫോണാണ്. ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 15,000 രൂപയ്ക്ക് ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഓഫർ ചെയ്യും. BGMI നോക്കുകയാണെങ്കിൽ 60 FPS ഔട്ട് ഓഫ് ദി ബോക്സ് അൺലോക്ക്ഡ് ആയിരുന്നു. 60 FPS കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, 45 to 60 ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. 15,000 രൂപയുടെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ എക്സ്പീരിയൻസ് ആണ് ഗെയിമിങ്ങിന് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള കുറേ ഗെയിംസ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയൊന്നും ഇഷ്യൂസ് ഇല്ല. ബെഞ്ച് മാർക്കിനെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ AnTuTu സ്കോർ എന്ന് പറയുന്നത്. പിന്നെ CPU സ്ട്രെസ്സും കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഒരു ത്രോട്ടലിങ്ങോ അങ്ങനെയൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. നല്ല സ്റ്റേബിൾ ആയിരുന്നു ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ മെമ്മറി സൈഡ് നോക്കുകയാണെങ്കിൽ 6 GB റാമും 8 GB റാമിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടും LPDDR4X റാം ടൈപ്പ് ആണ്. പിന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 2.2ന്റെ സ്റ്റോറേജ് ആണ്. രണ്ട് വേരിയന്റും 8 എടുത്താലും 6 GB എടുത്താലും രണ്ടിലും നമുക്ക് 128 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് 128 GB ഈസ് ഓക്കെ. അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ ഈ ഒരു ഫോണിൽ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും വിത്ത് മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ് ടു 2 TB. അതും നല്ലൊരു കാര്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും മെമ്മറി കാർഡ് യൂസ് ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാമറയുടെ കൂടെ ഒരു സിൽവർ റിംഗും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ എടുത്താലും ആ ഒരു സിൽവർ റിംഗ് എൻ്റെ കണ്ണിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യും. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഈ ഒരു സിൽവർ റിംഗ് പരിപാടി കൊടുക്കുന്നത്. സാംസങ്ങും കൊടുക്കുന്നുണ്ട് A സീരീസിൽ, അതുപോലെ തന്നെ ഇപ്പോൾ CMFന്റെ ഫോണിലും റെഡ്മിയുടെ ചില ഫോൺസിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കളയും പോലെയാണ്. ഇത് ഇൻഡോർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യത്തില്ല, ബട്ട് ഔട്ട്ഡോർ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു സെൽഫി ക്യാമറയുടെ സംഭവം നോട്ടീസ് ചെയ്യുന്നതാണ്. 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇൻഡോർ വരുമ്പം അത്യാവശ്യം സ്കിൻ സ്മൂത്തനിങ്ങും ഭയങ്കര ഒരു റെഡ് ടോണൊക്കെ കയറി വരുന്നുണ്ട്. ഇൻഡോറിന് പറ്റിയതല്ല, ബട്ട് ഔട്ട്ഡോർ നല്ല പെർഫോമൻസ് ആണ്. ഒരു ഇൻസ്റ്റാഗ്രാം റെഡി ടൈപ്പ് ഓഫ് ഫോട്ടോസ് ആണ് ഇതിൻ്റെ സെൽഫി ക്യാമറ എന്ന് കിട്ടുന്നത്. സെൽഫി ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ അതിലും ഞാൻ ഒട്ടും തന്നെ ഇംപ്രസ്ഡ് അല്ല. 1080p 60 FPS വീഡിയോ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഇതാണ് CMF Phone 1ന്റെ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. സ്കിൻ ടോൺ എനിക്ക് അത്രമാത്രം ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ 1080p ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ബഡ്ജറ്റുള്ള മിക്ക ഫോൺസും 1080p തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഡോർ നല്ല ലൈറ്റുള്ള സിറ്റുവേഷനിൽ സെൽഫി ക്യാമറയുടെ ഫോട്ടോഗ്രാഫി പെർഫോമൻസ് നല്ലതാണ്. രാത്രി സമയങ്ങളിൽ അത്ര പോരാ. അതുപോലെ തന്നെയാണ് ഇൻഡോറും അത്രമാത്രം റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ അല്ല. ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സോണിയുടെ സെൻസർ ആണെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ സോണിയുടെ ഏത് സെൻസർ എന്ന് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഏത് സെൻസർ ആയാലും ക്യാമറ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ സോണിയുടെ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. 2 ക്യാമറ പോലെ തോന്നുമെങ്കിലും ഒന്നൊരു ഡെപ്ത് സെൻസറാണ്. CMF പോലും അത് ക്യാമറയായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ഒരു ക്യാമറയായിട്ട് നമുക്ക് കൂട്ടിയാൽ മതി. ഫോട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം റെഡി ഫോട്ടോസാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഇൻഡോർ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ്. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ചാണ് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ എക്സ്പെൻസീവ് ഫോൺസ് ആയിട്ടല്ല. ഇൻഡോറൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ബാക്ക് ക്യാമറ എന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും ഫ്രണ്ട് ക്യാമറയെക്കാട്ടും ഫാർ ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ പോർട്രേറ്റ് സെൻസർ കൊടുത്തിട്ടും അതിഭീകര പോർട്രേറ്റ് ഫോട്ടോസ് ഒന്നും അല്ല ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. കുഴപ്പമില്ലാത്ത പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോണിന്റെ ക്യാമറ ഇംപ്രൂവ്മെന്റിന് വേണ്ടി. എന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയാണ്. ഫോട്ടോഗ്രാഫിക്ക് നല്ലതാണ്.
ഇതാണ് CMF ഫോൺ 1ൻ്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി. 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഒപ്റ്റിക്കലി സ്റ്റെബിലൈസ്ഡ് അല്ല, EIS ആണ്, അതായത് ഇലക്ട്രോണിക്കലി സ്റ്റെബിലൈസ്ഡ് ആണ്. സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൽ കിട്ടുന്നത്. സ്കിൻ ടോൺ സെൽഫി ക്യാമറയും കാട്ടും ബെറ്റർ ആണ് ബാക്ക് ക്യാമറയിൽ കിട്ടുന്നത്. 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്, ബട്ട് 16,000 റുപ്പീസിന് ഇതിനെക്കാട്ടും കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 5000 mAh ബാറ്ററിയും 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ബോക്സിനകത്തൊന്നുമില്ല. ചാർജറിന് അറൗണ്ട് 800 റുപ്പീസ് ആണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ PD ചാർജർ ഉണ്ടെങ്കിൽ അതും വച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ റിയൽമിയുടെ 33 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പോൻ്റെ 65 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ടെന്നും പറഞ്ഞ് ഈ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഒന്നും നടക്കത്തില്ല, സ്ലോ ചാർജിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ 800 രൂപ മുടക്കി CMFൻ്റെ ചാർജർ മേടിക്കുക. അല്ലെങ്കിൽ PD ചാർജർ, ഇപ്പോൾ സാംസങ്ങിൻ്റെ 45 വാട്ട്സോ അല്ലെങ്കിൽ 25 വാട്ട്സിൻ്റെ സാംസങ്ങിൻ്റെ ഒക്കെ ചാർജർ ഉണ്ടെങ്കിൽ അതും വച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല ബാറ്ററി പെർഫോമൻസ് ആണ്. എനിക്ക് 8 അവേഴ്സിന് മേളിലോട്ട് ബാറ്ററി കിട്ടുന്നുണ്ട്. അതും നോർമൽ യൂസ് ആണ്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ 8 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അത് ആക്ച്വലി ഗുഡാണ്. അതുപോലെ തന്നെയാണ് നല്ല ഹെവി ആയിട്ട് പുഷ് ചെയ്യുമ്പോൾ 5 മണിക്കൂറിന് മേളിലോട്ടും കിട്ടുന്നുണ്ട്. അതായത് ബെഞ്ച് മാർക്ക് ചെയ്തു, സ്ട്രെസ് ചെയ്തു, ഗെയിംസ് റൺ ചെയ്തു, ക്യാമറ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് ചെയ്തിട്ട് പോലും എനിക്ക് 5 മണിക്കൂർ കൂടുതൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നല്ലോണം സ്ട്രെസ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നോർമൽ യൂസറിന് എങ്ങനെ പോയാലും 8 അവേഴ്സിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും ഈ ഒരു ഫോണിൽ. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. കോൾ ക്വാളിറ്റിയിലൊന്നും എനിക്ക് ഒരു ഇഷ്യൂസും ഇല്ല. കോൾ ഡ്രോപ്പ് ആവുക അങ്ങനെയൊന്നും ഞാൻ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഇയർ പീസിൻ്റെ ക്വാളിറ്റിയും മൈക്കിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്. ഈ ഒരു പ്രൈസിന് വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ല. കോൾ കട്ടായി പോവുക അങ്ങനെയൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. 5Gയുടെ സ്പീഡ് നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. 10 5G ബാൻഡ്സ് വരുന്നതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസും ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. നത്തിങ് OS 2.6 ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. 2 വർഷത്തേക്കുള്ള മേജർ OS അപ്ഗ്രേഡേഷനും കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ചും കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ഓക്കെ. ഈ പ്രൈസ് പോയിന്റിന് മിക്ക ബ്രാൻഡ്സും ഓഫർ ചെയ്യുന്നതാണ്. അതാണ് ഇവിടെയും കിട്ടുന്നത്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഒരു രീതിയിലുള്ള ബ്ലോട്ട്വെയറും ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓവറോൾ പറയാനാണെങ്കിൽ നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. 120 Hz ഒക്കെ നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല. ആഡ്സ് ഇല്ല, ബ്ലോട്ട്വെയർ ഇല്ല. അങ്ങനെ ഒരു ക്ലീൻ എക്സ്പീരിയൻസ് വേണം, നത്തിങ് OS എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് ഉള്ള ഒരേ ഒരു ഓപ്ഷൻ. 20,000 റുപ്പീസിനകത്ത് ക്ലീനസ്റ്റ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. പിന്നെ സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നല്ല ഫാസ്റ്റ് ആണ്. അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അത് ആക്ച്വലി അതിൻ്റെ ആനിമേഷൻ ആണ് മെയിൻ ആയിട്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഫിംഗർ പ്രിന്റ് സ്കാനറിൽ ഫേസ് ഐഡന്റിഫിക്കേഷനും അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹാപ്റ്റിക് മോട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നിന്ന് അൺലോക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഹാപ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിഭീകര ഹാപ്റ്റിക്സ് ഒന്നുമല്ല. ഈ ഒരു പ്രൈസ് പോയിന്റിന് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോഴും ഹാപ്റ്റിക്സ് കിട്ടുന്നില്ല. അതൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം എല്ലാ ഫോൺസിലും എനിക്ക് തോന്നുന്നുണ്ട് കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഹാപ്റ്റിക്സ് ഫീഡ്ബാക്ക് കിട്ടും. എന്നാൽ ഈ ഫോണിൽ അതില്ല. പിന്നെ ഇതിൻ്റെ വേരിയൻസ് ഇത് 4 കളർ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇത് ഗ്രീൻ ആണ്, ലൈറ്റ് ഗ്രീൻ ആണ്. ബ്ലാക്കും വരുന്നുണ്ട്. ഇത് രണ്ടും പ്ലാസ്റ്റിക് ബാക്കിലാണ് വരുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വീഗൻ ലെതറിൻ്റെ ബാക്ക് വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓറഞ്ചും ഡാർക്ക് ബ്ലൂവും. ആ 2 കളേഴ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഓറഞ്ച് കളർ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കളർ മേടിച്ചത്. ആ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂവോ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം വീഗൻ ലെതർ ബാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ 2 വേരിയൻറ്റിലാണ് വരുന്നത്. 6GB 128 അതിൻ്റെ പ്രൈസ് ആണ് 15,999. അതുപോലെ തന്നെയാണ് 8GB 128 വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ആണ് 17,999. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു ക്ലീനർ എക്സ്പീരിയൻസ് വേണം, നത്തിങ് OS എക്സ്പീരിയൻസ് ചെയ്യണം, അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. 15,000 റുപ്പീസിന് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ പൈസയ്ക്ക് മേടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് ഡിവൈസും കൂടിയാണ്. എന്നാൽ അതിന് മേലോട്ട് നോക്കുകയാണെങ്കിൽ വേറെയും പെർഫോമൻസ് കൂടിയ ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്. 15,000 റുപ്പീസിന് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അണ്ടർ 20K മേടിക്കുന്ന ഒരു മെയിൻ ആയിട്ട് മൈൻഡ് വെക്കുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വേണം, ഒരു ഡീസൻറ്റ് പെർഫോമൻസ് വേണം, നല്ല ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. CMF ഫോൺ 1ൻ്റെ അൺബോക്സിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നത്തിങ് OSനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.